നാഗ്പൂരിൽ ഹിന്ദുത്വവാദികളുടെ മർദ്ദനമേറ്റ വൈദികൻ സുധീർ ജോൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, സ്വാഗതം ശ്രീ സുധീർ ജോൺ. കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. നാഗ്പൂരിൽ തീർച്ചയായും ഹാപ്പി ന്യൂ ഇയർ. നാഗ്പൂരിൽ വെച്ച് താങ്കൾക്ക് ദൗർഭാഗ്യകരമായൊരു അനുഭവം ഉണ്ടാകുന്നു. അങ്ങ് ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെയായി കുറേ കാലങ്ങളായി ഈ മേഖലയിലുള്ള ഒരാളാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്? എന്താണ് നാഗ്പൂരിൽ അന്ന് സംഭവിച്ചത്? ഇത്രയും ഭീകരമായ അനുഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാല് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോയി എന്നുള്ളത് കൊണ്ട് ആ ബർത്ത്ഡേക്ക് പങ്കെടുത്ത ബർത്ത്ഡേ ആയിരുന്ന ആ വ്യക്തിയെ കൂടെ FIR ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഒരു ബർത്ത്ഡേ പോലും ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇനി ഒരു ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ക്രിസ്മസ് ഫാദറൊക്കെ ഉണ്ടാവൂലായിരുന്നു. അപ്പൊ അതുപോലും അവർക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല. 1-2 പാട്ട് പാടുന്നത് കൊണ്ട് ഒരു ക്രിസ്മസ് പ്രോഗ്രാം എന്നുള്ള നിലയിലോട്ട് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ക്രിസ്മസ് സീസണാണ്. ആ ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് പാട്ടുകൾ പാടുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലേ? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റ് ത്യോഹാറുകൾ അല്ലെങ്കിൽ മറ്റ് ഉത്സവങ്ങളൊക്കെ എങ്ങനെയാണ് പള്ളികളിൽ പോലും മറ്റ് ഉത്സവങ്ങളിലൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെ ന്യായീകരിക്കും? അത് മതപരിവർത്തനത്തിന്റെ ഭാഗത്തോട്ട് വരുമോ? അപ്പൊ അങ്ങനെയുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും, എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ആ വീട്ടിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഒരു പ്രീ പ്ലാൻഡ് സംഭവമായിട്ട് മർദ്ദനമായിട്ട് തോന്നുന്നുണ്ടോ ശ്രീ സുധീർ? തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആണെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. അത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് പ്രശ്നത്തിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന സമയത്ത് അവര് സ്വാധീനിച്ചിട്ടാണ് ആ പരാതി കൊടുത്തതെന്ന് പരാതിക്കാരൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോ അത് ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് അവിടുത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നിട്ട് ആ MLA തന്നെ വന്ന് ഇന്നലെ മാപ്പൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. തെറ്റുപറ്റിപ്പോയതാണ്, അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിച്ചതായിട്ട് ഇവിടെ വക്കീലന്മാരും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളെ സഹായിക്കാനെത്തിയ സഹോദരങ്ങളായിട്ടൊക്കെ ചേർന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് ഒരു ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങളെ സഹായിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വന്ന 4 പേര് നാഗ്പൂരിൽ നിന്ന് വന്നിരുന്നു. ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ്. അവർ ഞങ്ങളെ CSI ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല. അവർക്കെതിരെ പോലും FIR ഫയൽ ചെയ്തു. അവർക്കെതിരെ അവരെ അവരുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു, അവരെ ശരീരത്തിലെ മർദ്ദനം ഏൽപ്പിച്ചു, അവരോട് പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു യുദ്ധമുഖത്ത് പോലും അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യമില്ല. ഒരു യുദ്ധമുഖത്ത് പോലും അവിടെ ആഹാരം കൊണ്ട് കൊടുക്കാം, വൈദ്യസഹായം നടത്താം, ഇതൊക്കെ ചെയ്യാമെന്നിരിക്കെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ സഹായിക്കാൻ പോലും വരുന്ന ആളുകളെ പോലും അകത്ത് അകത്ത് കടത്തിവിടാനായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് പോയി പോലീസിനോട് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നും, എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ FIR ഫയൽ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത്രയും ഭീകരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമായി കാണേണ്ട ഇതാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെയും മാനസികമായിട്ടും എല്ലാവരും ഭയപ്പെട്ടു. കാരണം ഞങ്ങളെ സഹായിക്കാനായിട്ട് വരാനായിട്ട് ഭയപ്പെടുകയും, സഹായം എന്ന് പറയുന്നത് ഞങ്ങളെ വേറെ സഹായം അവിടെ ഗുണ്ടായിസം കാണിക്കുകയോ പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. അവിടെ അവർക്ക് ലീഗലായിട്ടുള്ള സപ്പോർട്ട് തരിക, അവരോട് നമുക്ക് മാനസികമായ പിന്തുണ തരിക എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട എന്തെങ്കിലും പറയാനുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും വരാനായിട്ട് പാടില്ല. അങ്ങനെയുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വളരെ കുറയുന്നു. ഇത് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എവിടെ നോക്കിയാലും ഈ ഒരു ഇത് കാണാനായിട്ട് കഴിയും. വെളിയിൽ നിന്നുള്ള അവരുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ആരും സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരവസ്ഥ. അത് ഭീകരമാണ്. മതപരിവർത്തനം നടത്തി എന്നതാണ് താങ്കൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം. ആരായിരുന്നു ആക്രമിച്ചവരും മർദ്ദിച്ചവരും? എന്നാണ് പോലീസ് തന്നെ നമ്മോട് പറയുന്നത്. അവരുടെ ഫോഴ്സിലാണ്, അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ FIR ഇടുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ നല്ലത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെയാണ് അവരുടെ വാക്കുകളൊക്കെ വരുന്നത്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോയതിന് കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതും ആ ഗ്രാമത്തിലുള്ളവരല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതായത് ആ ഗ്രാമത്തില്
ബർത്ത്ഡേ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എന്ന് ആ ബർത്ത്ഡേ ആഘോഷിച്ച വ്യക്തി തന്നെ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അദ്ദേഹം CSIയിലെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന CSIയിലെ മെമ്പറാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്നിട്ട് പോലും 28-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയത്. 29-ാം തീയതി എനിക്ക് 28-ാം തീയതി പോകാൻ പറ്റിയില്ല. 29-ാം തീയതി ഞാൻ പോകാൻ പറ്റുന്ന എന്ന് പറഞ്ഞു 30-ാം തീയതി പിന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ആഘോഷം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നെ എന്നിട്ട് പോലും ഞാൻ പോകുന്നില്ലെങ്കിൽ എനിക്കൊരു എന്താ പറയാ ഞാൻ എന്റെ ഉത്തരവാദിത്വം ശരിയായിട്ട് നിർവഹിക്കുന്നില്ല എന്നല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയായി തീരുമെന്ന് ചിന്തിച്ചില്ല. ഫാദർ സുധരി സൂചിപ്പിച്ചതുപോലെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു ബർത്ത്ഡേ, ഒരു പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പോയതാണ് താങ്കൾ തന്നെ പറയുന്നുണ്ട്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്, പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കുറെ വർഷമായി അവിടെ ഉള്ളൊരു വ്യക്തിയാണല്ലോ. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ബജ്രംഗ് ദളിന്റെ ഭാഗത്തു നിന്നോ മറ്റോ നേരത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? നേരത്തെ നിന്നുള്ള പല സന്ദർഭങ്ങളിലും ഭീഷണി നേരിടേണ്ടതായിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലില് ഇപ്പോ പ്രവർത്തിക്കുന്ന ഏതൊരു സഭാ പുരോഹിതനും, അത് ഏത് ഡിനോമിനേഷനിലാണെങ്കിലും, അത് കന്യാസ്ത്രീകളാണെങ്കിലാകട്ടെ, അത് മറ്റ് പുരോഹിതന്മാരാണെങ്കിലാകട്ടെ, സ്കൂൾ നടത്തുന്നവരാകട്ടെ, ആർക്കാണെങ്കിലും ഈ ഭീഷണി നേരിടുക തന്നെയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അത് വളരെ കഠിനമായിട്ട് തന്നെ തീരുന്നു. അതില് ഒരു നിസ്സംഗത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനൊരു റെസ്പോൺസ്, അത് അങ്ങനെയല്ല എന്ന് പറയാൻ പോലും ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ആ ധൈര്യം ഉണ്ടാകുന്നില്ല. നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് ഇപ്പോ ഒരു വളരെ ഫലവത്തായതും അതൊരു നല്ല നന്മയായിട്ടും ചിന്തിക്കാനായിട്ട് കഴിയും. ശരി. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടിയ ആശ്വാസം, എന്തെങ്കിലും ഉപാധികൾ, അവിടുത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപാധികൾ എന്തെങ്കിലും ഉണ്ടോ? ഉപാധികള് എല്ലാ തിങ്കളാഴ്ചയും പോയി അവിടെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ വച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അപ്പോൾ അതൊരു ഭീഷണി തന്നെയാണ് യഥാർത്ഥത്തിൽ. അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ പോയിട്ട് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോകണം. ഇപ്പോ 4 കുടുംബങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ അതില് 4 കുടുംബങ്ങളില് 4 സ്ത്രീകളുണ്ട്. അപ്പൊ അവരുമായിട്ട് ചേർന്ന് അവിടെ പോകണം. 13-ാം തീയതി ഞങ്ങൾക്ക് കോടതിയിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ. അതായത് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് ആ പോലീസ് സ്റ്റേഷനും ഈ ഗ്രാമവുമായിട്ട്. അപ്പൊ എന്തായാലും ദൈവം കൂടെയിരിക്കും എന്ന് ചിന്തിക്കുന്നു. ദൈവം സഹായിക്കും എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പോയി കാര്യങ്ങൾ കുറെ കാലമായി അവിടെ തന്നെയാണ് താമസം, പ്രവർത്തനവും ഒക്കെയായി, സന്നദ്ധ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു ദുരനുഭവം. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോരുക എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അതോ അവിടെ തന്നെ തുടരുമോ? ഞാൻ താമസിക്കുന്നത് അമരാവതി ഡിസ്ട്രിക്റ്റിലല്ല. ഞാൻ താമസിക്കുന്നത് നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അതായത് ഞാനും ഈ സ്ഥലവും തമ്മിൽ ഏറെക്കുറെ 100-ൽ കൂടുതൽ 130 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അല്ലാതെ ഞാൻ താമസിക്കുന്നത് നാഗ്പൂരിലാണ്. അപ്പോ അതുകൊണ്ട് എന്താ പറയാൻ, ഞാൻ താമസിക്കുന്ന പ്രദേശമായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നാഗ്പൂരില് ഇതുവരെയായിട്ട് നാഗ്പൂരിന്റെ പല സ്ഥലങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ അതും പോയിട്ട് എല്ലാ തിങ്കളാഴ്ചയും പോവുകയും വേണം. അപ്പോ പോയി കേസ് പൂർത്തീകരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യം അല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും വളരെയധികം നന്ദി മീഡിയ വണ്ണൊപ്പം ചേർന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. ഓക്കെ, നമുക്ക് വിടാം. ഈ വർഷം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. സമാധാനപൂർണ്ണമായ ഒരു വർഷമാകട്ടെ 2026. ഓക്കെ, താങ്ക് യു. ഏതായാലും സൈഫ്, ഈ വിഷയത്തിലെ ഇതിപ്പോ നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയൊക്കെ ബിഷപ്പ്മാരെയൊക്കെ കാണുന്നു, കേക്ക് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ഒരു ഒരു വശത്ത് അങ്ങനെ PR പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഈ രീതിയിലുള്ള തീവ്ര കക്ഷികൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ, ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ സ്ട്രോങ് ഹോൾഡായ സംസ്ഥാനങ്ങളൊക്കെയുള്ള സർക്കാരുകൾക്ക് ഒരു വലിയ നിർദ്ദേശം മുകളിൽ നിന്ന് പോയാൽ തന്നെ ഒരു വിധം ആശ്വാസം കിട്ടും. പക്ഷെ അതുണ്ടാകുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇങ്ങനെ 2 തോണിയിലും കാല് വെച്ചിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.